ഒരു ഇൻറ്റീരിയർ ആണ് ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത് 2015 വാട്ട് ഈസ് VC സ്റ്റാൻഡ്സ് ഫോർ? ബി സി യുവർ വിഷൻ. നിങ്ങളുടെ ഡ്രീം ഞങ്ങൾ എനിമിഷൻ ചെയ്യുന്നു. മിനിമം ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും BC ഇൻറ്റീരിയേഴ്സ് ക്ലയൻറ്റിന് കൊടുക്കുന്നത്. ഫ്രം ബേസ് ഫൗണ്ടേഷൻ ടു ഫിനിഷ് വരേക്കും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ബിയോണ്ട് ലക്ഷറി ബഡ്ജറ്റ് ഹോംസിലേക്ക് എത്തിക്കുക. ഒരു കസ്റ്റമറിന് അഫോർഡബിൾ ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിർണ്ണയിക്കുന്നത് അതിൻ്റെ കമ്പോണൻസിൻ്റെ ക്വാളിറ്റി, പ്രോഡക്റ്റ് ഡെലിവറി, അതുപോലെ തന്നെ ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. പ്രീമിയം ഇൻറ്റീരിയേഴ്സ് തന്നെ നമുക്കൊരു 6.5 lakhs തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുണ്ട്. അതിന് തന്നെ നമ്മൾ കൊടുക്കുന്നത് മാക്സിമം 20 years വാറൻറ്റിയോളം കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് റേറ്റും ബഡ്ജറ്റും എല്ലാം ഫിക്സ് ചെയ്യാം. നമുക്ക് ഒരു കസ്റ്റമർ നമ്മളെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കസ്റ്റമറിൻ്റെ സ്ഥലത്ത് പോയി നമ്മൾ ആ സ്ഥലം കണ്ട് അതിന് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ് എല്ലാം എടുത്തായിരിക്കും നമ്മളൊരു കോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ എസ്റ്റിമേഷൻ്റെയും ഡിസൈനിൻ്റെയും സ്റ്റേജിൽ നമുക്ക് വ്യക്തമായിട്ടൊരു പിക്ചർ ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുന്നത് ഭാവിയിൽ എക്സിക്യൂഷനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ട് സഹായമാവുന്നുണ്ട്. ഒരു ഇൻറ്റീരിയറിൻ്റെ ബേസ് പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും 3D ഡിസൈൻ ആയിരിക്കും. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് 3ds Max, V-Ray ആൻഡ് SketchUp. ഓൾസോ വി യൂസ് Cohum ആൻഡ് AI 3D വിഷ്വലൈസേഷനും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം തന്നെ ആ ഒരു ഇൻഹൗസ് ഫാക്ടറി ഉള്ളതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിന് കസ്റ്റമറിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കുന്നത് എല്ലാമേ ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീൻസ് ആണ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ലേബേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഫസ്റ്റ് പ്രോസസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രസ്സിംഗ് ആണ്. പ്രസ്സിംഗ് മെഷീനിൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ പാനൽ സോളിലോട്ടേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എഡ്ജ് ബാൻഡിങ്ങിനായിട്ട് എഡ്ജ് ബാൻഡ് മെഷീനിൽ കൊണ്ടുപോകുന്നു. എഡ്ജ് ബാൻഡ് മെഷീൻ എഡ്ജ് ബാൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോറിങ്ങിലോട്ട് നമ്മൾ പോകുന്നത്. ഇൻഹൗസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ട് ലക്ഷറി കൊടുക്കാനായിട്ട് ബേസിക്കലി പറ്റുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബ്രാൻഡ് ഓറിയൻറ്റഡിന് പകരം നമ്മൾ കസ്റ്റമറിൻ്റെ ഒരു പ്രിഫറൻസ് പ്ലസ് നമ്മുടെ ഒരു ഡ്യൂറബിലിറ്റിയാണ് നമ്മൾ ഈ മെറ്റീരിയലിലെല്ലാം നമ്മൾ കാണുന്നത്. ഒരു ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ അവസാനം ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി പോകുന്നവരെയുള്ള എല്ലാ ഇതും നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ഇനി എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിക്ക് തന്നെ കൊടുക്കും. ഇന്റീരിയർ എങ്ങനെ ഭംഗിയാക്കാന്നുള്ളതായിരുന്നു. വെരി ഗുഡ്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ ചെയ്തത്. ഏതൊരു ബഡ്ജറ്റ് ഹോംസിനും ഒരു ലക്ഷറി ഫീലിങ്സും അപ്പിയറൻസും കൊടുക്കാൻ VC എപ്പോഴും ശ്രമിക്കുന്നു. ഒരു ലക്ഷറി ഫീല് കസ്റ്റമർ സ്പെസിഫിക് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഒരു